വിഴിഞ്ഞം തുറമുഖത്തെ വിവാദ ഓഹരി ഇടപാടിൽ സർക്കാരിന് വീഴ്ച വന്നിട്ടില്ലെന്നും CPM ആരോപണം ഇരട്ടത്താപ്പെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര കമ്പനിയായ MSCക്ക് 49% ഓഹരി നൽകുന്നത് വികസന കുതിപ്പുണ്ടാക്കും എന്നാണ് ആദ്യം CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ വ്യക്തമാക്കിയത്. ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അഴിമതി, കുത്തക എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സർക്കാർ വിഴിഞ്ഞത്തെ വിവാദ കരാറിൽ എന്ത് തെറ്റ് ചെയ്തുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. സർക്കാർ അനുമതിയില്ലാതെ ഒരു കരാറും അദാനി കമ്പനിക്ക് നടപ്പാക്കാനാകില്ല എന്നിരിക്കെ അടിസ്ഥാനരഹിതമായ അഴിമതി ആരോപണം എന്തിനാണെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. ഒരു ഓഹരി കൈമാറ്റവും നടന്നിട്ടില്ല. ഓഹരി കൈമാറ്റം സംബന്ധിച്ച കൃത്യമായ വകുപ്പുകൾ കൺസെഷൻ എഗ്രിമെന്റിലുണ്ട്. ഈ പോർട്ടിന്റെ ഓണർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. അവർ കൺസെഷൻ എഗ്രിമെന്റിൽ ഡെവലപ്മെൻറ്റും ഓപ്പറേഷനും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി മാത്രമാണ്. ആ അതോറിറ്റിയുടെ അനുവാദം ഇല്ലാതെ അവിടെ 25% ഒരു ട്രാൻസ്ഫറും, അതായത് അവരുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. LDF സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ് MSC കമ്പനിയുമായുള്ള കരാർ എന്ന് അവകാശപ്പെട്ട ദേശാഭിമാനിയിൽ ലേഖനം വരികയും പിന്നീട് കുത്തക അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി ചോദ്യം ചെയ്യുന്നത്. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. അപ്പം ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുത്തതിന് ശേഷമല്ല, അതിനു മുൻപ് അവിടെ MD ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഉണ്ടായിരുന്നു, പോർട്ടും മന്ത്രി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള. എന്നിട്ടത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? എന്നിട്ട് പിന്നെ അങ്ങോട്ട് മാറിയിട്ട് ഇത് കടൽ കൊള്ള, സതീശൻ, അദാനി, എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്താ കേരളത്തിൽ നടക്കുന്നത്? അഴിമതി, തുറമുഖത്തെ കുത്തകവൽക്കരണം തുടങ്ങിയ പ്രതിപക്ഷ ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ദേശാഭിമാനി വാർത്തയും മുൻ സർക്കാരിന്റെ നിലപാടുകളും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.